എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചയുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വാർദ്ധക്യകാല ശുശ്രൂഷ കേന്ദ്രമായ കാർമേൽ സ്നേഹനിലയത്തിലാണ്. ചേച്ചി, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു തലമുറയിൽ സംഭവിക്കുന്നത് വാർദ്ധക്യകാലമാകുന്ന അച്ഛനമ്മമാരെ തെരുവിലേക്ക് അയക്കുന്നു. അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് കാരണം ഗവൺമെന്റ് തന്നെ പകൽ വീട് പോലുള്ള പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതുപോലെ കുറെ അച്ഛന്മാരെയൊക്കെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവരെ നോക്കുന്ന കാർമേൽ സ്നേഹനിലയത്തിലാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ക്രിസ്മസിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇത്രയും പേരുടെ കൂടെ ഈ അച്ഛന്മാരുടെയും ഒക്കെ കൂടെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മുടെ കാഴ്ചയുടെ മൊത്തം ടീമിന് സാധിച്ചതിൽ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പൊ ചേച്ചി, ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അതായത് കരുനാഗപ്പള്ളി കൊല്ലം ഹൈവേയില് കുറ്റിവട്ടത്ത് നിന്നും കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ തേവലക്കരയ്ക്ക് വളരെ അടുത്തായിട്ടാണ് കടപ്പ മൈനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കർമ്മയിൽ സ്നേഹനിലയം ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അറിഞ്ഞതനുസരിച്ച് 44 അച്ഛന്മാരാണ് ഇവിടെ അന്തേവാസികളായിട്ടുള്ളത്. പിന്നെയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മളിവിടെ ഫാദർ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചറിയാം മറ്റു കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ തരണം ചെയ്തു പോകുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്ക് അവരുടെ വിശേഷങ്ങളും അവരുടെ ആവശ്യങ്ങളും തീർച്ചയായിട്ടും ചോദിച്ചറിയാം, പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. സന്തോഷം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയതാ, എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. ഇനി ഈ കർമ്മേൽ സ്നേഹനിലയത്തിന്റെ നാഥനായ ഫാദറിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അച്ഛനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി നമുക്ക് നമ്മുടെ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാം. പറയാനുള്ള കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചും കേട്ടും അറിയാം. പ്രിയപ്പെട്ടവരെ, കർമ്മേൽ സ്നേഹനിലയം ഇന്ന് ഏകദേശം 3.5 വർഷക്കാലം പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശം അനുഭവിച്ച് ആവോളം ദൈവസാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലത്തിലാണ് ഇന്ന് കർമ്മേൽ സ്നേഹനിലയം നിൽക്കുന്നത്. 20/6/2020 കർമ്മേൽ സ്നേഹനിലയം ആരംഭിക്കുമ്പോൾ ഇത്ര വലിയ ചിന്താഗതികളൊന്നും ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. ഒരു 5 പേരെ, സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട, ഒറ്റപ്പെട്ട, എല്ലാവരാലും തള്ളപ്പെട്ട 5 പേരെ ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന്, ഞങ്ങളുടെ ആശ്രയത്വത്തിൽ കരുതി മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ആദ്യം ഈ ഒരു സംരംഭം തുടങ്ങിയത്. എന്നാൽ പിന്നീട് അത് നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥിതികൾക്കനുസരിച്ച് ഇതിനൊരു ട്രസ്റ്റ് ആവശ്യമാണെന്നും ഇതിന് സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ, ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെയൊക്കെ അംഗീകാരവും അനുവാദവും ആവശ്യമാണെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ചിന്താഗതിയിൽ നിന്ന് മാറി 2020 6-ാം മാസം നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 6 പേരോടുകൂടി നമ്മൾ തുടങ്ങിയെടുത്തു നിന്ന് ഏകദേശം 75ഓളം സഹോദരങ്ങൾ ഇവിടെ താമസിച്ചു പോയിട്ടുണ്ട്. ചിലരൊക്കെ മരണപ്പെട്ടു പോയി. ഒരു 13 കുടുംബങ്ങളെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം അവരിൽ നിന്ന് ലഭിച്ച അറിവുകൾ പ്രകാരം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നടത്തി അവരെ തിരിച്ച് അവരുടെ കുടുംബങ്ങളിൽ സന്തോഷത്തോടെ വസിപ്പിക്കുവാനും സ്നേഹനിലയത്തിലെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ ആശയമല്ല എന്ന് ഇതിൻ്റെ അരങ്ങത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ഒരു കുടുംബത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതും അതിനപ്പുറവും സഹനശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ സ്ഥാപനങ്ങൾ അവരുടെ തുടക്കം മുതൽ അനുഭവിച്ചിരുന്ന യാതനകളും പ്രയാസങ്ങളും
ഒക്കെ നമുക്കും നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഏറെ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് ഇതിൻ്റെ തുടക്കം. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. എങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ മക്കളെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ മരുന്ന് ഇപ്പോൾ തന്നെ നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയ ആ കാലം മുതൽ ഇന്നുവരെയും സുമനസ്സുകളായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയും ഈ നാട്ടിലെ തന്നെ ഒരുപാട് നല്ലവരായ ആൾക്കാരുടെ കരുതൽ, പ്രധാനമായിട്ടും ഞാൻ സ്ഥാപനം തുടങ്ങി ഏറെ ക്ലേശം അനുഭവിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട വർഗീസ് വൈദ്യൻ അവറുകൾ, അതായത് ഇദ്ദേഹം ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്, അദ്ദേഹം ഇവിടെ യാദൃശ്ചികമായി കടന്നു വരുവാനായിട്ട് ഇടയായി. ഈ സ്ഥാപനം ഇത് 3ാമത്തെ വാടക കെട്ടിടത്തിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഒരു ചെറിയ ഭവനം എടുത്തു, അതിനുശേഷം കുറച്ചുകൂടി വലിയൊരു ഭവനം എടുത്തു. അത് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്തായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ സ്ഥാപനത്തിൽ ആക്കപ്പെട്ട് അങ്ങനെ യാദൃശ്ചികമായി അദ്ദേഹം അവിടെ കടന്നു വന്ന് നമ്മളെ മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭ്യമായത്. അന്ന് ഞാൻ വന്ന് കാണുമ്പോൾ എൻ്റെ വീടിൻ്റെ അയലത്തുള്ളൊരു പാർട്ടിയാണ് ഇവിടെ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയായിട്ട് മരണപ്പെടുന്നതിൻ്റെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ മുമ്പ് പുള്ളിയോട് ഞാൻ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മരിക്കും എന്നുള്ള എനിക്ക് ചിന്തയൊന്നുമില്ല. യാദൃശ്ചികമായ ഒരു അയൽക്കാരൻ എന്ന നിലയിലാണ് പുള്ളിയുടെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടാച്ചാൽ ഇവിടുത്തെ സ്നേഹനിലയത്തിലെ താമസം എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരിക്കുന്നു മോനെ, സന്തോഷമുണ്ട്. എനിക്ക് അവസാന സമയത്ത് സമാധാനത്തോടെ ഈ സ്നേഹനിലയത്തിൽ കഴിയാൻ സാധിച്ചത് ഒരു ദൈവനിശ്ചയമാണ് എന്നൊക്കെ എന്നോട് പറയുകയും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെറുപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇരിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമായിട്ടാണ് അന്ന് പുള്ളിയെ കണ്ടത്. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാർത്ത അറിയുന്നു പുള്ളി മരിച്ചുപോയി എന്നുള്ളത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ വെച്ച് പുള്ളി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് 1-2 പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവിടെ താമസിക്കുന്ന 1-2 അന്തേവാസികൾ, അതായത് അവിടുത്തെ സേവനം ചെയ്യുന്നവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പുള്ളി വളരെ സന്തോഷത്തോടാണ് മരിച്ചത്. ഈ സ്നേഹനിലയത്തിൽ പുള്ളി മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നാട്ടുകാരായ ആൾക്കാർ എന്ന നിലയിൽ ഞാൻ ചെന്നതിൽ പുള്ളി വളരെയധികം സന്തോഷപ്പെടുകയും പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വീട്ടിലായിരുന്നാൽ പോലും ഇത്രയും ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവുകയില്ലായിരുന്നു. ഈ അസുഖങ്ങൾ പലതും ഉണ്ടെങ്കിലും എനിക്ക് ഈ അസുഖങ്ങളൊന്നും എനിക്ക് ഓർക്കാൻ പോലും സമയമില്ല. മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയും അവരോടൊക്കെ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ പ്രയാസങ്ങൾ കാണുമ്പോൾ എൻ്റെ ഒന്നുമല്ല എന്ന് അത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ ഈ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ആദ്യം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതൊന്നും വലിയ ചിന്താഗതി കൂടിയൊന്നുമല്ല ഞാൻ ഇത് തുടങ്ങിയത്. ഒരു 5 പേർക്കുള്ള കരുതലായിരുന്നല്ലോ നമ്മുടെ മനസ്സിലെ പ്ലാൻ. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ആവശ്യമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഞാനൊരു കർമ്മേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് നമ്മൾ ആദ്യം ഇതിനെ നാമകരണം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ നമ്മുടെ തേവലക്കര മൈനാഗപ്പള്ളി പ്രദേശത്തെ ഏറ്റവും ഉന്നതരായ ആൾക്കാർ മുതൽ ഏറ്റവും താഴെ, അതായത് അസാധാരണക്കാർ വരെയുള്ള വ്യക്തിത്വങ്ങളോട്, എന്നെ അറിയാവുന്ന വ്യക്തിത്വങ്ങളോട് പറയുകയും അവരെല്ലാം കൂടി വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് കൂടിയതിന് ശേഷം ആണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് തുടങ്ങി അന്നു മുതൽ ഇന്നു വരെ എന്നോടൊപ്പം നിലകൊള്ളുന്ന 2 പ്രധാന വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് തോമസ് മാത്യു സാർ, അദ്ദേഹം ബാങ്കിലെ ഒരു ഉയർന്ന പദവിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്. തോമസ് മാത്യു സാർ കിഴക്കേ വീട്. അതുപോലെ തന്നെ വിൽസൺ സാർ പാറപ്പുറം, അദ്ദേഹം നീണ്ടകര പരിമണം സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിട്ട് ഹെഡ് മാസ്റ്ററായിട്ട് ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നു. അവരോടൊപ്പം പ്രിയപ്പെട്ട ജിജായനും അതിനുശേഷം കിണറ്റുകര കോശി, അതുപോലെ ഷാജി തരകൻ, ഡോക്ടർ ജിനു മാത്യു വൈദ്യൻ, പിന്നെ അഞ്ജിത് പി അലക്സ് വൈദ്യൻ, അങ്ങനെയുള്ള കുറേ ഏറെ വ്യക്തിത്വങ്ങൾ 3 വർഷത്തിന് ശേഷം ഇവരൊക്കെ ഒന്ന് സമ്മേളിച്ചപ്പോഴാണ് സ്നേഹനിലയത്തിന് ഒരു ജീവൻ വെച്ചത്. അതുമാത്രം നേരത്തെയുള്ള ചൊല്ലുകൾ പലതും ഉണ്ട്. ഫലമുള്ള വൃക്ഷത്തിനെ ഏറ് കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ചൊല്ലുകൾ മനസ്സിലെപ്പോഴും ഉണ്ട്. വെറുതെ നടന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ സംബന്ധിച്ച് ആരും ഒന്നും തന്നെ നമ്മളെപ്പറ്റി ഒന്നും പറയുകയില്ല, നല്ലതും പറയില്ല, ചീത്തയും പറയില്ല, വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. പക്ഷേ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായ ചില
പോരായ്മകൾ ചൂണ്ടുകാട്ടുകയും സപ്പോർട്ട് ചെയ്യുന്ന അനേകം ആൾക്കാർ ഈ സ്നേഹനിലയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ സ്നേഹനിലയത്തുള്ള ഈ അന്തേവാസികൾ എന്ന് പറയുന്ന ഇവരോട് അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സന്തോഷത്തോടും തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ചെയ്യും. അച്ഛൻ പറയുന്നത് ഇതെല്ലാം എൻ്റെ മക്കളാണ്, ഇവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്കൊരു സന്തോഷമുള്ളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇവരെ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒന്നുകിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് മുഖേനയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. കൂടുതലും പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അതിൻ്റെതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ പോയി അച്ഛന് സമയമില്ലാതെ കിടന്ന് ഓടുന്നത് കാണുമ്പോൾ ഞാൻ അച്ഛൻ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറയാറുണ്ട്. എന്നാലും ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, തേവലക്കരയിലെ ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അച്ഛനാണ്. ഇത്ര കോൺഫിഡൻസ് ഉള്ള വ്യക്തി ഞാൻ തേവലക്കര കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് ഇടയ്ക്ക് അച്ഛനെ പറ്റി പറയാറുണ്ട്. കുറച്ച് പൈസ നമ്മൾ സ്വരൂപിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു ചിന്ത ആദ്യം എന്നിലുണ്ടായിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തും വരട്ടെ എന്നുള്ള നിലയിലാണ് ഒരു വീട് ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്ത് ഇതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് ആരംഭിച്ചത്. ആ സംരംഭത്തിൽ ഈ നമ്മുടെ ശക്തികുളങ്ങര, കൊല്ലം, കായംകുളം, പിന്നെ ആലപ്പുഴ, തിരുവനന്തപുരം എന്നീ മേഖലകളിലെ സജീവ സാന്നിധ്യമായ ജീവകാരുണ്യ പ്രവർത്തകനായ പ്രിയപ്പെട്ട ഗണേശേട്ടനും ബാബുചേട്ടനും, നമ്മുടെ ശാസ്താംകോട്ട ജോലി ചെയ്യുന്ന ഫയർഫോഴ്സിലെ മനോജ് സാറ്, ഇവരൊക്കെ കൂടെ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ചില പ്രിയപ്പെട്ടവരെ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ സ്നേഹനിലയത്തിൽ അവരിന്നും സ്നേഹനിലയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നു. ഇന്നും ഗണേശേട്ടൻ വിളിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചു. സത്യത്തിൽ നമ്മുടെ ഒരു സാഹചര്യം നോക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ ഇവരെ ആയിപ്പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് വേദന തോന്നാറുണ്ട്. ആ ഒരു വേദനയാണ് ഈ ലോകത്തുള്ള എല്ലാവരെയും ഒന്നും നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ച് പേരെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്താം എന്നുള്ള ഒരു ആശയത്തിലേക്ക്. പക്ഷേ പ്രിയപ്പെട്ട ജിച്ചായൻ പറഞ്ഞതുപോലെ നമ്മൾ സാമ്പത്തികത്തിൻ്റെ പുറകെയോ മറ്റ് സംരംഭങ്ങൾ ആയി തീർന്നിട്ട് ഇത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറകെയോ പോവുകയല്ല വേണ്ടത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതിനങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ ബാങ്ക് ബാലൻസ് ഒരു 1000 രൂപയ്ക്ക് താഴെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പക്ഷേ അവിടെ അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴും ഇന്നും ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. വളരെ സുഭിക്ഷമായ ഭക്ഷണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചു. അങ്ങനെ ഈ 3.5 വർഷം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ അറിഞ്ഞും കരുതിയും ഒരുപാട് സുമനസ്സുകൾ സ്നേഹനിലയത്തിലേക്ക് വരുന്നു. അവരുടെ കൈത്താങ്ങലുകൾ ആവോളം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് മരുന്ന് വളരെയേറെ ചിലവുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വസ്ത്രം, ഏറ്റവും പ്രധാനപ്പെട്ടത് പാർപ്പിടമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. എന്നാൽ ഭക്ഷണവും വസ്ത്രവും ഏകദേശമൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു 10 സെൻറ്റ് സ്ഥലത്ത് ഒരു 10 സെൻറ്റെങ്കിലും, 10 സെൻറ്റിലൊന്നും ഈ ഒരു സംരംഭം നടക്കില്ല എങ്കിലും ഒരു താൽക്കാലികമായി ഒരു 10 സെൻറ്റ് സ്ഥലവും അതിലൊരു നല്ല ബിൽഡിങ്ങും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് സ്വന്തമായി ഒരു സംവിധാനത്തിലേക്ക് എത്താം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ഓട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും. ഗാർഗി, അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ വെച്ച് എടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവരുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയതിൽ. സാധാരണ നമ്മൾ ആഘോഷിക്കുന്ന പോലെ അല്ലായിരുന്നു നമ്മുടെ ഇത്തവണത്തെ കാഴ്ചയുടെ ക്രിസ്മസ് ആഘോഷം. അപ്പോൾ ആ ഒരു സന്തോഷത്തിനൊപ്പം തന്നെ നമുക്ക് ചില വിഷമങ്ങളും നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ബുദ്ധിമുട്ടുകൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചതിനും അവരോട് സ്പെൻഡ് ചെയ്തതിൽ നിന്ന് പ്രേക്ഷകർക്ക് എന്തായാലും അത് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. എന്നാലും നമ്മളൊന്നുകൂടി പറയുകയാണ്. അതായത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അത് മേൽത്തട്ടിലുള്ളവരാവാം, തീരെ താഴെ തട്ടിൽ ജീവിക്കുന്നവരായാലും അവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കയറിക്കിടക്കാൻ ഒരു സ്വന്തമായിട്ട് വീട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കർമ്മേൽ സ്നേഹനിലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു പാർപ്പിട സൗകര്യം. അപ്പോൾ അതിന് ആദ്യം വേണ്ടുന്നത് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വേണം. പിന്നീട് എല്ലാവർക്കും ഒരു വീട് പോലെ തന്നെ വീട് പണിയുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഇവരെ സംരക്ഷിക്കാനായിട്ട്, അത് മാത്രമല്ല ഇവിടെ 1-2 പേരല്ല, 44 അച്ഛന്മാരാണ്
ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു എന്താ പറയുക, ഒരു വീട്, ആ ഒരു സൗകര്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ സംസാരിച്ചതിൽ നിന്നും അവരെ കണ്ടതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആരും ഫിസിക്കലി സ്റ്റേബിൾ അല്ല, ഹെൽത്തി അല്ല, മാത്രമല്ല മെൻ്റലി അവരാരും സ്റ്റേബിൾ അല്ല. വാർദ്ധക്യകാല അസുഖങ്ങളോടൊപ്പം തന്നെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവരുണ്ട്, അതുപോലെ തന്നെ പരിമിതികളുള്ളവരുണ്ട്. അപ്പം ഇവരുടെ തുടർന്നുള്ള ചികിത്സാ ചെലവുകളും എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളും നമുക്ക് മനസ്സിലായിരുന്നു വെച്ചാല് സുമനസ്സുകളുടെ ധനസഹായങ്ങൾ കൊണ്ടും ഒക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫാദർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയും ഈ ഒരു വീടും വിട്ടു നൽകിയ ആ ഒരു ഓണർ, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ തന്നെ എന്തെല്ലാം കണ്ടീഷൻസ് ആണ്. അതും ഇത്തരം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് വീട് നൽകിയ അദ്ദേഹത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഒപ്പം നമ്മുടെ അച്ഛന്മാർക്കുള്ള ഒരു മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അസുഖങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി ആയിട്ട് നമുക്കൊരു ആംബുലൻസിന്റെ അത്യാവശ്യമുണ്ട്. ഒരു ആംബുലൻസ് ഈ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. ഒരു ആവശ്യം വരുമ്പം ഇത് കുറച്ച് ടൗണിലല്ല, ടൗണിൽ നിന്ന് മാറി കുറച്ച് അകത്തേക്കുള്ള സ്ഥലം. അപ്പൊ പെട്ടെന്ന് ഒരു ആംബുലൻസിന്റെ ആവശ്യം, ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നാട്ടുകാർക്കും അത് ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു വസ്തു ആവശ്യമാണ്, അല്ലെങ്കിൽ വീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. പിന്നെ ആംബുലൻസിൻ്റെ സൗകര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴാണ്, ആർക്കാണ്, എങ്ങനെയാണ് അത് ആവശ്യം വരിക എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒപ്പം എന്താ പറയുക, നമ്മളൊക്കെ ആഘോഷങ്ങളൊക്കെ, നമ്മുടെ കുട്ടികളുടെ പിറന്നാളായാലും അല്ലെങ്കിൽ വിവാഹങ്ങളായാലും ഒക്കെ ഒരുപാട് ആഘോഷങ്ങൾ കൂടി വരുന്ന സാഹചര്യങ്ങളാണ്. ഏതിനും ആഘോഷിക്കുകയാണ് ആശ്രയിക്കുന്നത്. ആ ആഘോഷവേളകൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം എന്തെല്ലാം, നമ്മൾ എങ്ങനെ അത് കൂട്ടാം, എങ്ങനെ ആഡംബരം കൂട്ടാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒക്കേഷൻസ് അല്ലെങ്കിൽ ഒരു സന്തോഷം വരികയാണെങ്കിൽ ഇവർക്കൊപ്പം, ഈ അച്ഛന്മാർക്കൊപ്പം അത് ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തലമുറയിൽ നമ്മൾ ഇപ്പം ചിലയിടത്തെങ്കിലും കണ്ടുവരുന്നുണ്ട്, മാറി വരുന്ന ആ ഒരു ചിന്താഗതി. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവർക്കൊപ്പം കൂടിക്കഴിഞ്ഞാൽ എന്താ പറയുക, അത്രത്തോളം പുണ്യം നമ്മുടെ വീട്ടിൽ ഒരു 10-20 പേർക്കൊപ്പം ചെലവഴിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലൊരു ഇടത്ത് വന്ന് ഇത്രയും ആളുകളോടൊപ്പം നമ്മൾ നമ്മുടെ ആ ഒരു സന്തോഷം അവരോടൊപ്പം കൂടി പങ്കുവെക്കുകയാണെങ്കിൽ എന്താ അതിന് നമ്മൾ പറയാം, വലിയ സന്തോഷം വേറെ ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ അതിന്റെ ഒരു പുണ്യം ഈശ്വരൻ തരുന്നതായിരിക്കും, ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല ആവശ്യങ്ങളുണ്ട്. ആഹാരത്തിന്റെ കാര്യത്തിലായാലും, വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും, മരുന്നിന്റെ കാര്യത്തിലായാലും, അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മളൊരു സാധാരണ വീട്ടിൽ 2, 3, 4 പേരുള്ള ഒരു വീട്ടിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും. ദൈനംദിനം നമുക്ക് എന്തൊക്കെ വേണോ, ഭക്ഷണത്തിനാണെങ്കിൽ പോലും എല്ലാം ഇവർക്കും ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് വേളയിൽ ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ എത്തിച്ചേരാനും ഇവരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനും കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും വളരെ ഏറെ സന്തോഷവാന്മാരാണ്, വളരെയേറെ ഹാപ്പിയാണ് ഞങ്ങൾ. അപ്പോൾ കാരണം നമുക്ക് ഇതുപോലൊരു ആഘോഷം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളുടെയും ശ്രദ്ധയിൽ പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്റ്റ്ലി ഇവിടെ എത്തിച്ചേരാൻ പറ്റും. വന്ന് കണ്ടതിന് ശേഷം, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നമ്മൾ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ കാര്യങ്ങളുമെല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ നേരിട്ട് വരാം, അന്വേഷിക്കാം. അപ്പോൾ അതിനുശേഷം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം. പറയാം. ആരും അനങ്ങുന്നില്ലല്ലോ, ഒന്ന് ജില്ലെന്ന് നിന്നേ. ഹാപ്പി ക്രിസ്മസ്. കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ. കാഴ്ചയുടെ നേർക്കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കാഴ്ചക്കാരല്ലാത്ത പച്ച മനസ്സുമായി കാഴ്ചയുടെ സംരംഭകർ സ്നേഹനിലയത്തിൽ കടന്നു വന്നല്ലോ. ഈ ക്രിസ്തുമസ് ആഘോഷം നിങ്ങളുടേത് കൂടി ആക്കി തീർക്കുവാൻ, ഇവരും നിങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഇവരോടൊപ്പം സന്തോഷിക്കുവാൻ ഈ 2023 ക്രിസ്തുമസ് അത് ഞങ്ങൾക്കും അനുഗ്രഹമാണ്, നിങ്ങൾക്കും അനുഗ്രഹമാണ്. ഞാൻ പറയും, ഇത് സർവേശ്വരൻ്റെ ഒരു കൽപ്പിതമാണെന്ന് പറയും. കാരണം ഇവരാരും ഒറ്റപ്പെട്ടവരല്ല, അന്യരല്ല. അത് നേർക്കാഴ്ചയായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്പർശിച്ചപ്പോഴാണ് സ്നേഹനിലയത്തെ നിങ്ങൾ മാറോട് ചേർക്കാനായിട്ട് തയ്യാറായത്.
അപ്പോൾ അതിൻ്റെ എല്ലാ ആശംസകളും കാഴ്ചയ്ക്ക് നേർന്നുകൊണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങളുടെ മക്കളോടൊപ്പം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് ക്രിസ്തുമസ് ആഘോഷമാക്കി തീർക്കാം. ദൈവം സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ഈ നിമിഷം ഓൾ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങളുടെ നിറമാരി തമ്പുരാൻ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇത് സാറ് ഞങ്ങളുടെ ഒരാൾക്ക് കൊടുക്കണം. വാ. താങ്ക് യു. 2023 വർഷത്തിൽ കാർമൽ സ്നേഹനിലയത്തിൻ്റെ പേരിലുള്ള ക്രിസ്തുമസ് ആശംസകൾ 24 ന്യൂ ഇയർ ആശംസകൾ സ്നേഹനിലയത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. വി വിഷ് യു എ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മൾ അച്ഛൻ സംസാരിച്ചത് കേട്ടു, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള സാറ് സംസാരിച്ചത് കേട്ടു. അപ്പം നമുക്കങ്ങനെ വെറുതെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് പാടാനും ഒക്കെ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മളോട് പാടാമെന്ന് പറഞ്ഞ് നമുക്കൊപ്പമുള്ള പേരെന്താ അച്ഛൻ്റെ? രാമസ്വാമി. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. പാടാം പാടിക്കൂ. ஏன் பிறந்தாய் மகனே, ஏன் பிறந்தாயோ, இல்லை ஒரு பிள்ளை என்று எங்குவார் பலர் இருக்க, இங்கு வந்து ஏன் பிறந்தாய் செல்வ மகனே, ஏன் பிறந்தாய் மகனே, ஏன் பிறந்தாயோ. கைகால்கள் விளங்காத கணவன் குடிசையிலும் காதல் மனம் விளங்க வந்தால் உன் அன்னையடா. காதலிலும் பெருமை இல்லை, கண்களுக்கும் இன்பம் இல்லை, கடமையில் ஏன் எடுத்தாய் உண்மையடா. நீ வளர்ந்து மரமாகி நிழல் தருங்கு அளவு வரை தாய் மனதை காத்து இருப்பாய் தங்க மகனே. ஆராரோ ஆரோ ஆரிரரோ, ஆராரோ ஆரோ ആരിരരോ. നല്ല അടിപൊളിയായിട്ട് പാടി. ഓക്കെ, എന്താ പാട്ട്? പാട്ട് ഏതാണെന്നൊന്നും അറിയില്ല എന്നാണോ പറയുന്നത്? എന്നാലും നല്ല അസലായിട്ട് പാടി കേട്ടോ. വേറെ പാട്ടൊക്കെ പഠിച്ചു വെക്കണം വെറുതെ ഇരിക്കുമ്പം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അച്ഛനോടൊപ്പം, ഇവിടുത്തെ ഇത്രയും അച്ഛന്മാർ, 44 അച്ഛന്മാരോടൊപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലുപരി മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് നമ്മുടെ ഇവിടുത്തെ അച്ഛൻ്റെ കുടുംബമാണ്. അച്ഛൻ്റെ ഭാര്യയും മക്കളുമാണ് എൻ്റെ അടുത്തുള്ളത്. നമുക്കറിയാം, ഒരു പ്രസ്ഥാനം ഇത്രയും ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു പ്രചോദനം, അല്ലെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പം അച്ഛനെ എല്ലാ പിന്തുണയും നൽകുന്ന 3 പേരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. എൻ്റെ പേര് സുജ. ഞാൻ ഹോളി ട്രിനിറ്റി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 മക്കളാണ്. മോൻ്റെ പേര് ജോഷുവ, മോന് BHS തേവലക്കരയിലും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th സ്റ്റാൻഡേർഡിലും. 7th. മോള് 2nd സ്റ്റാൻഡേർഡ് ബ്രൂക്ക് ഇന്റർനാഷണലാണ് പഠിക്കുന്നത്. ഇന്റർനാഷണൽ. അപ്പം അച്ഛൻ്റെ ഏറ്റവും വലിയ പിന്തുണയാണ് ഈ 3 പേര്. അതെ, ഞങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സമയത്തും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്ന് ഞങ്ങൾ മക്കൾ 2 പേരും കൂടെ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് സഹകരിക്കാറുണ്ട്, സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പരിചയപ്പെട്ടു. ഈ ഒരു സപ്പോർട്ടാണ് നമ്മുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ബലം. അപ്പോൾ അടുത്ത ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. നമ്മൾ രാമസ്വാമി അച്ഛൻ്റെ പാട്ട് കേട്ടു. ഇനി എൻ്റെ അടുത്തുള്ളത് സുരേഷ് അച്ഛനാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ലോകത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഞാൻ ദാസേട്ടനും പാടി അനുസരണമാക്കിയ സൂപ്പർ ഹിറ്റ് പാട്ടായ യഹൂദിയായിലെ എന്ന പാട്ട് 4 വരി പാടാൻ ശ്രമിക്കുകയാണ്. യഹൂദിയായിലെ ഒരു ധനുമാസത്തിൽ ഒരു വൃന്ദാവിൽ താരക രാജകുമാരിയോടൊത്തൊന്നു തിങ്കൾക്കല പാടി ഗ്ലോറിയ
വർണ്ണരാജികൾ ഉതിരും നാളിൽ വെള്ളിമേഘങ്ങൾ വിടരും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾക്കല പാടി ഗ്ലോറിയ. വർണ്ണരാജികൾ വിടരും നാളിൽ വെള്ളിമേഘങ്ങൾ വിടരും വാനിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾക്കല പാടി ഗ്ലോറിയ. തിങ്കൾ കലപാടി അടുത്തതായിട്ട് പാട്ട് പാടാൻ പോകുന്നത് തുളസിയച്ചനാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാടിക്കോച്ച. കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും പാലമാങ്കടലി നക്കരയോ ഇക്കരയോ മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം സ്വർഗത്തിൽ വന്നൊരു കൈനീട്ടി ഞങ്ങളെ ദുഃഖക്കടലിലെറിഞ്ഞു എന്തിനീ ദുഃഖക്കടലിലെറിഞ്ഞു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാങ്കടലി നക്കരയോ ഇക്കരയോ മനുഷ്യനെ സൃഷ്ടിച്ചത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം സ്വർഗത്തിൽ വന്നൊരു കൈനീട്ടി ഞങ്ങളെ ദുഃഖക്കടലിലെറിഞ്ഞു എന്തിനീ ദുഃഖക്കടലിലെറിഞ്ഞു ഓ ഓ അപ്പോൾ തൊട്ടു മുന്നേ നമ്മുടെ തുളസിയച്ചൻ ഒരു പാട്ട് പാടി. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിൻ്റെ വരികളിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ സമൂഹത്തോടും അവരുടെ ബന്ധുക്കളോടും ഒക്കെ ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വരികളിലുണ്ട്. ഈശ്വരനോട് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ ഒരു പരിഹാരം നമ്മുടെ സർവേശ്വരനായിട്ട് തന്നെ അവർക്ക് കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് അടുത്തൊരാളിലേക്ക് പോവാം. പാട്ട് പാടാമോ എന്ന് പുറകിലിരുന്ന് മറ്റുള്ളവർ പാടുമ്പം ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷേ പാടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാട്ടൊന്നും പാടത്തില്ല, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പേര് പറഞ്ഞാട്ടെ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ. എവിടെയാണ് സ്ഥലം? ക്ലാപ്പന. ക്ലാപ്പന. പുറകെ ഇരുന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും പാടിയപ്പോൾ. സപ്പോർട്ടുണ്ട്, നമ്മൾ കരോക്കെ നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടാണ് അല്ലേ. ഒരു പാട്ട് എന്നാലും പാടാൻ ശ്രമിച്ചാലോ? ഇഷ്ടമുള്ള ഒരു പാട്ട്. അപ്പം കൂടുതലും ചിലപ്പം പഴയ പാട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. ആണോ? ആലോചിക്കുകയാണ് കേട്ടോ, നമ്മൾ ടൈം കൊടുക്കണം. അതെ, അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഏത് പാട്ടാ പാടാൻ പോന്നെ? ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി പാട്ടാണ്. വീണ്ടും ആ പാട്ടിലേക്ക് പോവാം. പാടട്ടെ? ഓക്കെ, തീർച്ചയായിട്ടും. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ. കൺമുഖതീതനാം വരികൾ ശരിയാവുന്നില്ല. ലിറിക്സ് നമ്മൾ ചെറുതായിട്ടൊന്ന് മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ പാടിയ പാട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തൊട്ടടുത്ത ആളുണ്ട്. നമ്മുടെ സുരേഷ് അച്ഛൻ ഇപ്പൊ പാട്ട് പാടി അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സെബാസ്റ്റ്യൻ അച്ഛൻ എന്ത് ചെയ്യും? നല്ല സപ്പോർട്ട് കൊടുക്കും. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. കൽമതിൽ ഗോപുരവാതിലിനരുകിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി അലങ്കാര ദീപങ്ങൾ ആത്തു ചിരിച്ചു. അന്തപുരമാകെ കോരിത്തരിച്ചു. കോരിത്തരിച്ചു. വിഭവങ്ങൾ ഒരുങ്ങി വിദ്വാൻമാരൊരുങ്ങി വിലാസ നൃത്തം തുടങ്ങി. വിലാസ നൃത്തം തുടങ്ങി.
ഒരു പിടിച്ചോറിനായി യാചിച്ചു ദൈവം. ചിരികൾ ഉയർന്നു സദസ്സിൽ, ചിരികൾ ഉയർന്നു സദസ്സിൽ. ഒരു കാവൽക്കാരൻ വാളോങ്ങി നിന്നു, ചിരിച്ചു പിൻവാങ്ങി. ഭഗവാൻ ഭഗവാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ അച്ഛന്മാരൊക്കെ പാട്ട് പാടുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാ, അപ്പോൾ നമുക്കൊരു പാട്ട് പാടാവോ? ഒരു ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ ഒരു 2 വരി. അപ്പോൾ നമ്മുടെ മോളൂട്ടി ഒരു പാട്ട് പാടാൻ പോവാണ്. 2 വരി നമുക്ക് വേണ്ടി. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കേട്ടോ മേടിക്കേ. ഞങ്ങൾക്ക് പാട്ട് പാടുന്നതിൻ്റെ പേടിയൊന്നുമില്ല, പാടുന്നതിനകത്ത് യാതൊരു മടിയൊന്നുമില്ല. ചേട്ടൻ മാറി ഇന്നപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക് പാടാൻ റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നല്ല മിടുക്കി കുട്ടി കേട്ടോ. ഓക്കെ.